അഖിൽ 2 ദിവസം മുമ്പ് നടത്തിയ പരാമർശം നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഒരുപാട് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് പണ്ടാരടങ്ങി കുറെ ബോഡി ലാംഗ്വേജും കുറെ ഓവർ ആക്ഷൻസും കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചെന്ന് വെച്ചിട്ട് പറയുന്നതിനകത്ത് വസ്തുതകളൊന്നും ഉണ്ടാവില്ല. വസ്തുതകൾക്ക് എപ്പോഴും പ്രൂഫ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അതായത് തെളിവുകൾ. ഏവന്മാർക്ക് വേണ്ടെങ്കിൽ ഇത് പറയാം. ഇതിനു മുമ്പും ഇതുപോലെ എനിക്കെതിരെ തന്നെ അലിഗേഷൻസുകൾ പലതരത്തിലും തോന്നിയ പോലെയൊക്കെ പറഞ്ഞിട്ടുള്ളവന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രൂഫ് എന്ന് പറയുന്നത് മസ്റ്റാണ്. നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു വസ്തുത ഉണ്ടാവണം. അതിന് അതായത് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവണം എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അഖില് കുറേ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, കുറേ സ്റ്റേറ്റ്മെന്റുകൾ. പക്ഷെ മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ തൊടൂല. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല അത്. പക്ഷെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ഇത് സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച, ബിഗ് ബോസ് ഹൗസിനകത്തെ സ്ത്രീകളെ മുഴുവനും അടച്ചാക്ഷേപിച്ച വിഷയത്തിൽ സംസാരിക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലാസ്റ്റായിട്ട് അഖിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഖില് എന്തോ വലിയ സംഭവം ഇവിടെ ഉണ്ടാക്കി. ആ സംഭവ വികാസത്തിന്റെയൊക്കെ ഒടുവിലായിട്ട് ഇത് ഹോട്ട്സ്റ്റാറിന്റെ ഹെഡ് വിളിച്ചിട്ട് അഖിലിനോട് പറഞ്ഞു ഇത്രേ. ഹോട്ട്സ്റ്റാറിന്റെ ഹെഡ് എന്നൊക്കെ പറയണ എനിക്കറിയില്ല, എനിക്ക് ഇഷൻ സാറോ മറ്റോ ഒക്കെ സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആണ് അവൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതും കൂടെയൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പ്രിയപ്പെട്ട ഓഡിയൻസിനോട് വളരെ സ്നേഹത്തോടു കൂടി പറയാണ്, ഒരു 5th സീസണിൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവര് കബളിപ്പിക്കപ്പെട്ടു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രൗഡായിട്ട് പോയി സുഹൃത്തിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ. എക്സ് കണ്ടസ്റ്റന്റ് എന്ന നിലയിലും കൂടെ നല്ല രീതിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഇനി ചിലപ്പം നമ്മളെ സപ്പോർട്ടൊന്നും ആവശ്യമില്ലായിരിക്കും, അതൊക്കെ പോട്ടെ, പോയി പണി വെക്കാൻ പറയാം എന്നുള്ള ലെവലൊക്കെ ആയിരിക്കും. അത് പ്രശ്നമില്ല. അത് ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന് ആദ്യമായിട്ട് എല്ലാവരോടും ഞാനങ്ങ് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ തെറ്റ് ഇങ്ങനെ ഇത് വരുമെന്ന് പ്രതീക്ഷയില്ല. ഈ നന്ദിയില്ലാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളായി മാറും അഖിൽ മാരാർ എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത അത് തന്നെയാണ്. ഇനി ഇയാളൊരു സ്ഥലത്ത് പോയാൽ തന്നെ ഇയാളെ എന്ത് ട്രസ്റ്റിന്റെ പുറത്ത് ആളുകൾ നിർത്തും, ഇയാൾ അവസാനം നാളെ ചെന്നിട്ട് ഇയാൾ പറയാൻ പോണത് അവരങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു കുറെ അലിഗേഷൻസ് എല്ലാ മനുഷ്യർക്ക് വെക്കാൻ പറ്റും. എല്ലാ മനുഷ്യർക്കും പഞ്ചപുഷ്ട അടക്കി ഒരാളിന്റെ മുമ്പിൽ അങ്ങ് നിന്നോളണം എന്ന ലെവലിലൊക്കെ ചിലപ്പോൾ ഇനി അഖിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്നും ആരും ഇവിടെ ചോദിക്കാനും വന്നിട്ടില്ല. അഖിൽ മാരാർ വളരെ ക്ലിയർ കട്ടായിട്ട് പറയാം. അഖില് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അഖില് പിൻവലിക്കണം. വളരെ നല്ല രീതിയിൽ പറയാണ്. ഇത് ലാസ്റ്റായിട്ട് ഞാൻ സംസാരിക്കുന്ന അവസാനമായിട്ടാണ്. പിൻവലിക്കണം. റീസൺ ബാധിക്കപ്പെട്ട ആളുകളുണ്ട്. ഏകദേശം 10-22 പേരിൽ പുറത്ത് സീസൺ 1 മുതൽ സീസൺ 6, ഇപ്പം സീസൺ 6 നടക്കും, സീസൺ 5 വരെ ഉള്ളതിൽ പലരെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞു. വളരെ സ്നേഹത്തോടെ പറയുന്നതാണ്. പല ആളുകൾക്കും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സൈബർ ബുള്ളിംഗ് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടാണ് പലരും വന്ന് പബ്ലിക്കായിട്ട് ഒപ്പീനിയൻ പറയാത്തത്. വളരെ നല്ല രീതിയിൽ വരെ പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ തസ്നി ചേച്ചി ആയിക്കോട്ടെ, ഇതൊക്കെ അവരൊക്കെ നിങ്ങളെ സീസണിലുള്ളവരല്ല, മുന്നത്തെ സീസൺ ഞാനായിക്കോട്ടെ സംസാരിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവര് വന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്റെ വെട്ടുകിളി കൂട്ടങ്ങൾ ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഭയം കൊണ്ടിട്ടാണ് പലരും വന്ന് പറയാത്തത്. പലരുടെയും ഇൻബോക്സിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നുള്ളത് ഫേക്ക് ഐഡികളിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. അഖിൽ മാരാർ മനസ്സിലാക്കാനുള്ളത്, അഖിൽ മാരാർ ഇപ്പം ഒരു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ ആളുകളെ എന്തോ അഖിൽ മാരാർ പറഞ്ഞതിന്റെ വലിയ ഒരു ഇതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഹോട്ട്സ്റ്റാറിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് എന്തോ ഒരു ടീമിനെ നിശ്ചയിച്ചിട്ട് അതിൽ അന്വേഷണം നടത്താന്ന് പറഞ്ഞു. ഉണ്ടയാണ്, ഉണ്ട എന്ന് പറയും. മനസ്സിലായോ? അഖിൽ മാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും അവിടെ ഉള്ള ആളുകൾക്കൊന്നും കൊണ്ടിട്ട് പോലുമില്ല. അഖിൽ മാരാറെ, നീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ അതിന് പ്രൂഫ് വേണം. പ്രൂഫ് വെക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇതില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ പേരിൽ ഡിഫമേഷൻ ഫയൽ ചെയ്യാനുള്ള വകുപ്പുണ്ട്. അഖിൽ മാരാർ എന്തുകൊണ്ടാണ് ആ സാധനങ്ങൾ കൃത്യമായിട്ട് വരാതെ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കണേന്ന് വെച്ചാല് അഖിലിന് അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നുള്ളത്, അത് ആളുകൾ കേസ് ഫയലായിട്ട് പോകുന്നുള്ളത് അഖിലിന് അറിയാം. അതുകൊണ്ട് തന്നെ അഖിലിനത് പറയാൻ പറ്റില്ല, പ്രൂഫ് ഇല്ല. ഇപ്പൊ ഒരാൾ വന്ന് പറയും, ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരുപാട് ആൾക്കാർ പല വിഷയങ്ങളും പറയുന്നുണ്ട്, പറയാതൊന്നും ഇരിക്കണമെന്നില്ല. പക്ഷെ അടച്ചാക്ഷേപിച്ച് ഒരു സ്പേസ് കിട്ടി ആളുകൾ എല്ലാവരും കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങൾക്കൊരു കപ്പെടുത്ത് കയ്യിൽ തരുമ്പോൾ നിങ്ങളെ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥകൾക്കനുസരിച്ച് നിങ്ങളെ ലീഡറാക്കി ഇവിടെ നിയമിച്ചു വെച്ചിട്ടൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഷോയുടെ ടൈറ്റിൽ വിന്നർ, അത്രയേ ഉള്ളൂ.
പിന്നെ അഖിൽ മാരാർ കിടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും അഖിൽ മാരാറിന് എൻഡമോളായിട്ട് ബിഗ് ബോസ് ആയിട്ട് ഈ ടീമൊക്കെ ആയിട്ട് അഖിലിന്റെ മറ്റേ സിബിൻ പറഞ്ഞ മാതിരി നെറ്റ്വർക്ക് ഭയാനകമായിട്ട് അഖിലിന് അങ്ങനെ ഒരു ക്രിയേഷൻ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതും ഉണ്ടയാണ്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ആളുകൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് 9 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 13ഓളം ആളുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, അത്രയും ആളുകൾ വന്നിരുന്ന് മോണിറ്റൈസ് ചെയ്ത് കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. പല ആളുകളടുത്തും പല ആളുകളെയും വിട്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ കിട്ടാത്ത പിള്ളേരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അവർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ പല ആളുകളും, ഇതിന് അഖിൽ എന്നല്ല ഞാൻ പറയില്ല കേട്ടോ, പല ആളുകളും വെളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നമ്മളോടൊക്കെ തന്നെ ബിഗ് ബോസിൽ പോവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന പല പെമ്പിള്ളേരും വിളിച്ചിട്ട് പറയുന്നു അത്രേ, നിങ്ങൾ ഒന്ന് രംഗത്തേക്ക് വരണം, ആരെങ്കിലും നിങ്ങളുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ ചാറ്റ് മാത്രം മതി, നിങ്ങൾ വെറുതെ ഹായ് ഹലോ എന്ന് അയച്ച ചാറ്റ് മാത്രം മതി അയാളെ കൊടുക്കാൻ, അതാണ് എന്ന ലെവലിലൊക്കെ സംസാരിക്കുന്നത്രയാണ്. ഭയങ്കര നെറ്റ്വർക്ക് നല്ല അജണ്ടകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ കേൾക്കാനായിട്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന ദിയാസിനെ എന്തുകൊണ്ടാണ് അഖിൽ മാരാർ പറഞ്ഞ 2 സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാത്തെന്ന്, 2 സ്ത്രീകൾ കേസ് കൊടുത്താൽ ഞാൻ നിൽക്കും. ഈ വിഷയത്തിനകത്ത് എനിക്ക് എന്റെ ആത്മാഭിമാനം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആത്മാഭിമാനത്തിന്റെ ചോദ്യം ചെയ്യപ്പെടൽ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കാം. അതായത് നമ്മളെപ്പോഴും പറയല്ലോ നമ്മളെ കാര്യം എന്നുള്ളത്, എന്റെ കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്ക്. മാത്രമല്ല ഇത്തരത്തിൽ അലിഗേഷനായിട്ട് 2 സ്ത്രീകൾ വരുമ്പോൾ ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവരത് തെളിയിക്കപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. വെറുതെ അവരും വന്നിട്ട് അലിഗേഷൻ പറഞ്ഞിട്ട് പോയാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പം 2 വീഡിയോകളെ പറ്റിയിട്ടും അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അതിനകത്തും എനിക്ക് വസ്തുതകൾ വേണം. അവൻ ഭയങ്കരമായിട്ട് വന്നിട്ട് ലൈവിൽ വന്നിരുന്ന് പറഞ്ഞു, വീഡിയോയിൽ വന്നിരുന്ന അഖിൽ പറഞ്ഞു ഭയങ്കര പ്രൗഡ് ഉണ്ട് അഖിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രംഗത്തേക്ക് വരാൻ ആളുകൾ, അഖിൽ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ലൈവിൽ വന്ന് സംസാരിക്കുന്നത്? ഞാൻ വന്ന് ലൈവിൽ വന്ന് സംസാരിക്കുന്നത് അഖിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് ഹൗസിലെ മുഴുവൻ അടച്ചാക്ഷേപിച്ച സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു, ഞാൻ അതിനെതിരെയാണ് സംസാരിക്കുന്നത്. അഖിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളെ പറഞ്ഞാലോ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന കഥ പറഞ്ഞാലോ കയറി കിടക്കുന്ന കഥ പറഞ്ഞാലോ ഒന്നും ഞാൻ വന്ന് ഏറ്റുപിടിക്കൂല അഖിലെ, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ അഖിൽ ഇവിടെ പറഞ്ഞു, ഇത് അഖിലിന്റെ ആൺബോധം, ഉള്ളിലുള്ള മറ്റേ സ്വത്വബോധം അനുവദിക്കാതെ അഖിലിന്റെ മറ്റേ എന്താ പറയാ ആ മെയിൽ ഷോവനിസ്റ്റ്, അഖിൽ ഭയങ്കര പ്രൗഡോടുകൂടി പറയുന്ന ഷോവനിസം ഒന്നും അംഗീകരിക്കാത്തതിന്റെ പ്രശ്നം അഖിലെ. സ്ത്രീകളെ റെസ്പെക്ട് ചെയ്താലും മറ്റു ചെയ്താൽ മതി, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഭാര്യമാരുടെ അടുത്ത് പോലും സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ കലിപ്പന്റെ കാന്താരൻ ആവുന്നതാണ് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടം എന്ന് പറയുന്ന പ്രൗഡ്, ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വളരെ മര്യാദയ്ക്ക് നമ്മൾ കൂടെ ഉള്ള ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കൂടെ ഉള്ള മനുഷ്യരല്ലേ, സുഹൃത്തുക്കളൊക്കെ അല്ലേ, അറ്റ്ലീസ്റ്റ് അതെങ്കിലുമൊക്കെ കൺസിഡർ ചെയ്യാമല്ലോ. അപ്പൊ ഒപ്പമുള്ള സ്ത്രീകളെ ഒരു തരത്തിലും ബഹുമാനിക്കാതെ കൂടെ അത്രയും ഇന്റിമസിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും മാനം നഷ്ടം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു നരുന്ത് പോലും ചലിക്കാത്ത നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിനൊന്നും ഒരു തരത്തിലും റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുന്നു. കാരണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നല്ലോ, നിങ്ങൾ സംസാരിച്ചു പോയല്ലോ, നിങ്ങൾ എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട്. വസ്തുതകൾ മറക്കരുത് അഖിലെ, നീ വന്ന വഴിയും മറന്നു പോകരുത് അഖിലെ. നീ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ നിന്നതിനെക്കാട്ടിലും നല്ലത് ലുലുമോളിന്റെ മുമ്പിൽ പോയി മുണ്ടി പൊക്കുന്ന കഥയൊക്കെ പറഞ്ഞ ഒരു അഖിൽ മാരാറാണ്. അവിടെ നിന്ന് അഖിൽ മാരാറ് ഇവിടെ എത്തി അത് കപ്പം വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഖിൽ മാരാറിന്റെ മിടുക്കാണ്. ആ മിടുക്ക് അഖിൽ മാരാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെ എത്തിച്ചത് എന്നുള്ളത് അഖിൽ മാരാർ ഓർത്താൽ നല്ലത്. ആ കഥകളൊക്കെ നമുക്ക് അറിയാന്നുള്ളത് കൊണ്ടിട്ടാണ് പറയുന്നത്.